കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരന് പൊള്ളലേറ്റു. അച്ഛനാണ് പൊള്ളിച്ചതെന്ന കുട്ടിയുടെ മൊഴി. അതേസമയം ചൂടുവെള്ളം വീണതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി CWC അന്വേഷണം ആരംഭിച്ചു. കഞ്ഞിവെള്ളം വീണ് കഞ്ഞിവെള്ളം ഗ്ലാസിനകത്ത് അരി ഒരു ഗ്ലാസ് അരി ഇട്ട് തിളച്ച കഞ്ഞി കലവും വെള്ളവും കൂടെ എടുത്ത് ഒഴിച്ചെന്നാ പറഞ്ഞത്. അവൻ തന്നെ കൊച്ചു തന്നെ ഒഴിച്ചെന്നാ പറഞ്ഞത്, അല്ലാതെ എനിക്കറിയത്തില്ല. ഏതച്ഛനാ? കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, മൈന പട്ടാഴിയിൽ അവന്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, 10 വയസ്സുകാരനാണ് പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയത്. ആ കുട്ടി കൃത്യമായി പറയുന്നുണ്ട് അച്ഛനാണ്, എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അച്ഛനാണ് ഈ പൊള്ളലേൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബന്ധുക്കൾ അത് ആ വഴിക്ക് തന്നെ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കുട്ടിയെ എത്തിച്ച സമയത്ത് കൃത്യമായി ഡോക്ടർമാർക്ക് സംശയം തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ മാറ്റി നിർത്തി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് വിവരം CWC അറിയിച്ചത്. അതായത് അച്ഛൻ തന്നെയാണ് ഇത്തരത്തിൽ പൊള്ളിച്ചത് എന്നുള്ളൊരു മൊഴിയാണ് CWC ഈ ഡോക്ടർമാർക്ക് കുഞ്ഞ് നൽകുകയും ചെയ്തത്. 10 വയസ്സുകാരനാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് പറയുന്നതിന് വേണ്ടി അറിയുന്ന ഒരു കുഞ്ഞാണ് 10 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഇത് സംബന്ധിച്ച് ശാസ്താംകോട്ട പോലീസിൽ നിന്നും ഒപ്പം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം ഇതാണ്, ഞായറാഴ്ചയാണ് വീട്ടിൽ വെച്ച് മൈനാഗപ്പള്ളിയിലെ വീട്ടിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ചൂടുവെള്ളം വീണ് പൊള്ളലേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തിരികെ കൊണ്ടുപോവുകയും ചെയ്തത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഹാജരാകാതിരുന്നത് കൊണ്ട് സ്കൂളിൽ നിന്നും ഈ രക്ഷിതാക്കളെ വിളിച്ച് കാര്യം തിരക്കി. ആ സമയത്ത് അവർ പല തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞെങ്കിലും ഇനിയും കൂടുതൽ കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് കുരുക്കാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് കൈതട്ടി ചൂടുവെള്ളം വീണു എന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞ് കൃത്യമായി തന്നെ ഡോക്ടർമാരോടും ഒപ്പം തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചെയ്തു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. തോളിൽ പൊള്ളലേറ്റിട്ടുണ്ട്, വയറിന്റെ ഭാഗത്തൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ SIT ആശുപത്രിയിലേക്ക് മാറ്റുകൂടി ചെയ്തിരിക്കുന്നത്. ഇതിൽ ആശുപത്രിക്കെതിരെ കൂടെ പരാതി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഞായറാഴ്ച ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ച കുഞ്ഞിനെ ഇവിടെ കിടത്തി ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു നടപടികളിലേക്ക് ജില്ലാ ആശുപത്രി കടന്നില്ല എന്നും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മടക്കി അയച്ചു എന്നുള്ളതാണ് ആശുപത്രിക്കെതിരെ കുടുംബം ഉയർത്തുന്ന ഒരു പരാതി. ഈ ബന്ധുക്കൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അച്ഛൻ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അമ്മയോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല, മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും കുഞ്ഞിനെ കയറ്റി SIT ആശുപത്രിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും മനസാക്ഷ്യം ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത്. ആ പിതാവ് തന്നെയാണ് ചെയ്തെങ്കിൽ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CWCനെ വിവരം അറിയിച്ചത്. CWC അത് ശാസ്താംകോട്ട പോലീസിനെ അറിയിക്കുകയും ആ ശാസ്താംകോട്ട പോലീസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ കുട്ടിയുടെ അച്ഛനെ ഉൾപ്പെടെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ SITയിലേക്കാണ് വിട്ടിരിക്കുന്നത്. വിദഗ്ധ ചികിത്സ കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ജിൽസി. യെസ്, അപ്പോൾ അവിടെ മൈനാഗപ്പള്ളിയിൽ ഒരു 10 വയസ്സുകാരന് പൊള്ളലേറ്റു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞ് തന്നെ അച്ഛനാണ് പൊള്ളിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും ബന്ധുക്കളൊക്കെ ഇടപെട്ട് അച്ഛൻ സ്ഥലത്തില്ലായിരുന്ന എന്നുള്ള വാദം ഉയർത്തുന്നുണ്ട്. പക്ഷെ 10 വയസ്സുകാരന് ആരാണ് പൊള്ളിച്ചതെന്ന് തിരിച്ചറിയാനുള്ള കാര്യമൊക്കെ ആയ സ്ഥിതിക്ക് തന്നെ അച്ഛന്റെ കാര്യത്തിലും അച്ഛനാണ് പൊള്ളിച്ചതെന്നുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.